Good afternoon. Audio clear ആണല്ലോ? Okay. So last ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻഡ്യൂസ്ഡ് EMF ആയിരുന്നു. Two types of induced EMF, dynamically induced EMF and statically induced EMF. Then dynamically induced EMF means EMF induced in a moving coil, and statically induced EMF means EMF induced in stationary coil. Okay, so അവിടെ കോയിൽ സ്റ്റേഷനറി ആയിരിക്കും. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഒന്നുകിൽ വേരി ചെയ്യുന്നുണ്ടാവുക, അതല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF അഗൈൻ ക്ലാസിഫൈഡ് ഇൻ ടു സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF. So self-induced EMF means EMF induced in a coil due to change of current in its own coil. Okay, so ഒരു കോയിലിൽ കറണ്ട് ചേഞ്ച് ചെയ്യുന്ന കാരണം ആ കോയിലിൽ തന്നെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFനെയാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇക്വേഷൻ -N dϕ/dt. ഓക്കെ, ദെൻ the property of a coil that opposes any change in the amount of current flowing through it, the coil is called self-inductance. And in terms of self-inductance, induced EMF in the equation എഴുതി, and by comparing to equation, inductance equal to N∅/I equation എഴുതി. Okay. Then next, mutually induced EMF. So mutually induced EMF means EMF induced in one coil due to change of current in the neighboring coil. Okay, so neighboring coil current change ചെയ്യുന്നത് കാരണം ഒരു കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ആ ടൈപ്പ് ഓഫ് EMFനെയാണ് എന്ത് പറയുന്നത്? മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. സോ ഈ ഒരു കോയിലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. Alternating voltage is applied across this coil. Then due to this alternating voltage, an alternating current will flows through this coil. Due to this alternating current, a magnetic flux is produced here. And from this magnetic flux, a part of flux is linked with the secondary coil also. Then since this flux is varying, an EMF is induced in the secondary coil. So ആ രീതിയിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF, ആൻഡ് ദാറ്റ് എഫക്റ്റ് ഈസ് നോൺ ആസ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ദെൻ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ, അതായത് നമ്മൾ പ്രൈമറി കോയിലിനെ കോയിൽ എയും സെക്കൻഡറി കോയിൽ ബി ആയിട്ട് കൺസിഡർ ചെയ്തു. ദെൻ പ്രൈമറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് NA ആൻഡ് സെക്കൻഡറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് NB. സോ സെക്കൻഡറി കോയിലാണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് ഡ്യൂ ടു ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ പ്രൈമറി കോയിൽ. സോ സെക്കൻഡറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ബൈ ഫാരഡേസ് ലോ ഇൻഡ്യൂസ്ഡ് EMF ഈക്വൽ ടു N∅/dt ആണ്. സോ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് കോയിൽ. അത് ഏത് കോയിലാണോ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് അതിന്റെ നമ്പർ ഓഫ് ടേൺസ് ആണ്. സോ ഇവിടെ സെക്കൻഡറിയിലാണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. സോ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ എന്ത് വരും? NB × dϕm/dt ആണ്. ദെൻ φm എന്ന് പറയുന്നത് മ്യൂച്വൽ ഫ്ലക്സ്, അതായത് ഇവിടെ പ്രൈമറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ് ഫ്ലക്സും സെക്കൻഡറി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവില്ല, ഒരു പാർട്ട് മാത്രമേ ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പം മ്യൂച്വൽ ഫ്ലക്സ് മീൻസ് ദ ഫ്ലക്സ് ലിങ്കിങ് ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്, അല്ലെങ്കിൽ ബോത്ത് കോയിൽ A ആൻഡ് B, രണ്ട് കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സിനെയാണ് മ്യൂച്വൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. സോ ആ ഒരു മ്യൂച്വൽ ഫ്ലക്സ് കാരണമാണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇക്വേഷൻ എഴുതുമ്പം EM ഈക്വൽ ടു -NB dϕm/dt. ഓക്കെ, സോ ഇനി നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ L ഈക്വൽ ടു N∅/I എന്ന് ഡിറൈവ് ചെയ്തു. അതുപോലെ ഈ കോയിലിന് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMFൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ടാവും. സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. ഓക്കെ, സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
property of two neighboring coils to ആണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ പ്രോപ്പർട്ടി ഓഫ് ടു നെയ്ബറിംഗ് കോയിൽസ് ടു ഇൻഡ്യൂസ് വോൾട്ടേജ് ഇൻ വൺ കോയിൽ ഡ്യൂ ടു ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ ദി അതർ കോയിൽ. ഒരു കോയിലിൽ കറണ്ട് ചേഞ്ച് ചെയ്യുന്ന കാരണം മറ്റൊരു കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ആ രണ്ട് നെയ്ബറിംഗ് കോയിലിന്റെ ആ ഒരു പ്രോപ്പർട്ടിക്കാണ് എന്ത് പറയുന്നത്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പൊ ഇവിടെ ഇതിന്റെ കേസിൽ സെക്കൻഡറി കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്തു. ഓക്കെ, സോ ദിസ് ഇൻഡ്യൂസ്ഡ് EMF is directly proportional to എന്തായിരിക്കും, ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ പ്രൈമറി കോയിൽ. ഓക്കെ, അതായത് പ്രൈമറി കോയിലിൽ കറണ്ട് ചേഞ്ച് ചെയ്യുന്ന കാരണമാണ് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ബൈ ഫാരഡേസ് ലോ നമ്മളൊരു ഇക്വേഷൻ എഴുതി. ബട്ട് ദിസ് ഇൻഡ്യൂസ്ഡ് EMF ഓൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ പ്രൈമറി കോയിൽ. അതായത് പ്രൈമറി കോയിലിൽ ഉള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും സെക്കൻഡറി കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF. ഓക്കെ, പ്രൈമറിയിലെ കറണ്ട് ചേഞ്ച് ചെയ്യുന്ന കാരണമാണല്ലോ സെക്കൻഡറിയിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. സോ സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ മാഗ്നിറ്റ്യൂഡ് പ്രൈമറിയിലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ഇതാണ് ഇവിടെ പറയാം, മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ഇൻ സെക്കൻഡ് കോയിൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഇത് പ്രൊപ്പോർഷണാലിറ്റി ആണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ ഫസ്റ്റ് കോയിൽ. ഓക്കെ, സോ ഫസ്റ്റ് കോയിലിൽ കറണ്ട് ചേഞ്ച് ചെയ്യുന്ന കാരണമാണ് ഇവിടെ സെക്കൻഡ് കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. സോ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ഇൻ സെക്കൻഡ് കോയിൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ ഫസ്റ്റ് കോയിൽ. ഇപ്പം മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMFനെ EM എന്ന് ഡിനോട്ട് ചെയ്യുക. ദാറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു, പ്രൈമറിയിലെ കറണ്ട് I1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ EM പ്രൊപ്പോർഷണൽ ടു dI1/dt എന്ന് എഴുതാം. ഓക്കെ, സോ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M. ഓക്കെ, സോ ഈ കറണ്ടിന്റെ ചേഞ്ചിനെ ഓപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇവിടെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. സോ അത് ഡിനോട്ട് ചെയ്യാനാണ് നെഗറ്റീവ് സൈൻ. ദെൻ ഈ പ്രൊപ്പോർഷണാലിറ്റി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസ്റ്റന്റ് യൂസ് ചെയ്യുന്നു M. ദാറ്റ് M ഈസ് നോൺ ആസ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ടു കോയിൽസ്. രണ്ട് കോയിലുകൾ തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു കോയിലിന്റെ പറയാം. ബട്ട് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ടു കോയിൽസ്, രണ്ട് കോയിൽസ് തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, അതാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. ഓക്കെ, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് പറയുമ്പോൾ എപ്പോഴും രണ്ട് കോയിൽസ് ഉണ്ടായിരിക്കും. സോ EM പ്രൊപ്പോർഷണൽ ടു, അതായത് EM എന്ന് പറയുന്നത് EMF ഇൻഡ്യൂസ്ഡ് ഇൻ സെക്കൻഡറി കോയിൽ. സെക്കൻഡറി കോയിൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ പ്രൈമറി കോയിൽ. So we can write that is equal to minus of M into dI1/dt, where M mutual inductance of two coils. Okay, so ഇതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസും കറണ്ടും യൂസ് ചെയ്തിട്ടുള്ള മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ. ഓക്കെ, ബട്ട് ഫാരഡേസ് ലോ വഴി എങ്ങനെ എഴുതാം, മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ഈക്വൽ ടു N into dφ/dt. അത് ഓൾറെഡി നമ്മൾ എഴുതി. ഓക്കെ, EM ഈക്വൽ ടു മൈനസ് NB dφm/dt എന്ന് എഴുതി. ഓക്കെ, സോ ആ ഒരു ഇക്വേഷനും ഇതും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം, അതായത് ഇവിടെ ആ ഇക്വേഷൻ ഇവിടെ എഴുതാം. ഓക്കെ, സോ ബൈ ഫാരഡേസ് ലോ EM ഈക്വൽ ടു എന്താ എഴുതിയേ, NB. ഓക്കെ, ഈക്വൽ ടു NB ഇൻറ്റു dφm എഴുത്തിരി അഡ്ജസ്റ്റ് ചെയ്യുക, dφm/dt. ഓക്കെ, സോ നിങ്ങൾ നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടാകും ഇക്വേഷൻ, മുന്നിലത്തെ നോക്കുക ഇക്വേഷൻ. ഓക്കെ, സോ ഞാൻ മറ്റേ സ്ലൈഡിലായതുകൊണ്ട് അഗൈൻ ഇവിടെ എടുത്ത് എഴുതിയാണ്. സോ ബൈ ഫാരഡേസ് ലോ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ എഴുതിയാണ് NB dφm/dt. അപ്പോൾ ഇവിടെ നമുക്ക് ബൈ യൂസിങ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആൻഡ് ചേഞ്ച് ഓഫ് കറണ്ട് EM ഈക്വൽ ടു മൈനസ് M dI/dt എന്ന് എഴുതാം. ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. ഓക്കെ, സോ ഈ രണ്ട് ഇക്വേഷനും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം, M ഇൻറ്റു I1 ഈക്വൽ ടു, ഇവിടെ എന്താണ്, രണ്ട് സൈഡിലും മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ആണ്. ദെൻ റൈറ്റ് സൈഡ് വരുന്നത് എന്താണ്, M ഇൻറ്റു I1, d/dt ഓഫ് MI1. ദെൻ ഇവിടെ വരിക d/dt ഓഫ് NB ഇൻറ്റു φm ആണ്. ഓക്കെ, സോ രണ്ടും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് എഴുതാം, MI1 ഈക്വൽ ടു NB ഇൻറ്റു φm എന്ന് എഴുതാം. ഓക്കെ, സോ ഇവിടുന്ന് MI1, then ഈ ഇക്വേഷന് NB φm. So MI1 equal to NB into φm എന്ന് എഴുതാം. And from this mutual inductance M equal to എന്ന് എഴുതാം N2 into, ഇവിടെ NBക്ക് പകരം N2 ആയതാണ് കേട്ടോ,
എൻ ബി ഓർ എൻ ടു, അതായത് സെക്കൻഡറി കോയിൽ ആണെങ്കിൽ എൻ ടു എന്ന് എഴുതാം, അല്ലെങ്കിൽ കോയിൽ എ ബി എന്നാണെങ്കിൽ എൻ ബി ഇൻറ്റു 5m/I1 എന്ന് എഴുതാം. ഓക്കെ, സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M ഈക്വൽ ടു എൻ ബി ഇൻറ്റു 5m/I1. സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? L ഈക്വൽ ടു N ഇൻറ്റു 5/I. ഓക്കെ, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFന്റെ കേസിൽ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ പറഞ്ഞിരുന്നു L ഈക്വൽ ടു N 5/I ആണ്. സോ സെൽഫ് ഇൻഡക്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പം അവിടെ ഒറ്റൊരു കോയിലേ ഉള്ളൂ. സോ നമ്പർ ഓഫ് ടേൺസ്, ആ കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ്, ദെൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ്, ദെൻ ആ കോയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഓക്കെ, ബട്ട് ഹിയർ ഇൻ കേസ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് യു ഹാവ് മ്യൂച്വൽ ഫ്ലക്സ്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഒറ്റൊരു ഫ്ലക്സ്, ആ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരുന്ന ഒറ്റൊരു ഫ്ലക്സ് ഉണ്ടായിരുന്നത്. ഇതിന്റെ കേസിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എടുക്കുമ്പോൾ എന്ത് വരും? മ്യൂച്വൽ ഫ്ലക്സ് ആണ് വരിക, അതായത് രണ്ട് കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സ്. അതാണ് 5m ഡിനോട്ട് ചെയ്തത്, മ്യൂച്വൽ ഫ്ലക്സ്. ദെൻ ഇവിടെ ഇക്വേഷൻ ശ്രദ്ധിക്കേണ്ടത്, എൻ ബി എന്ന് പറയുന്ന സെക്കൻഡറി കോയിലെ നമ്പർ ഓഫ് ടേൺസ് ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ വരുന്ന കറണ്ട് പ്രൈമറിയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ്. ഓക്കെ, മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷനിൽ എൻ ബി ഇൻറ്റു 5m/I1, ദെൻ എൻ ബി നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി കോയിൽ ഓർ കോയിൽ ബി, ദെൻ ഡിനോമിനേറ്ററിൽ വരിക കറണ്ട് ഫ്ലോയിങ് ത്രൂ പ്രൈമറി കോയിലാണ്. ദെൻ ഇതേപോലെ തന്നെ, ഓക്കെ, ആ ഇക്വേഷൻ നിങ്ങൾ വേണ്ട. സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ഈ കാര്യം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ടേൺസ് എഴുതുന്നുണ്ടെങ്കിൽ കറണ്ട് ഏതിൻ്റെയാണോ നമ്പർ ഓഫ് ടേൺസ് എഴുതുന്നത് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആയിരിക്കില്ല. കറണ്ട് എഴുതുന്നത് മറ്റേ കോയിൽ, അതായത് സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് ആണെങ്കിൽ പ്രൈമറിയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആയിരിക്കും. കാരണം പ്രൈമറിയിലെ കറണ്ട് കാരണമാണ് സെക്കൻഡറിയിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ ഈ രീതിയിൽ വരുന്നത്. സോ M ഈക്വൽ ടു എൻ ബി ഇൻറ്റു 5m/I1. 5m എന്ന് പറയുന്നത് മ്യൂച്വൽ ഫ്ലക്സ്. ഓക്കെ, സോ ഇത് ക്ലിയർ ആണല്ലോ, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക്, കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് ബിറ്റ്വീൻ ടു കോയിൽസ്. ഓക്കെ, അപ്പോൾ ഈ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMFനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ടേം ആണ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്. ആക്ച്വലി നിങ്ങൾ ഫിസിക്സിലൊക്കെ ഇത് പഠിക്കേണ്ടതാണ്, കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് ബിറ്റ്വീൻ ടു കോയിൽസ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് കോയിൽ ഇവിടെ കൺസിഡർ ചെയ്തു, കോയിൽ എ ആൻഡ് കോയിൽ ബി. മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ കേസിൽ കോയിൽ എ ആൻഡ് കോയിൽ ബി. സോ ഇവിടെ വേറൊരു രീതിയിൽ ആ കോയിൽസ് റെപ്രസെന്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെ ഒരു ഫസ്റ്റ് കോയിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, കോയിൽ എ, ദെൻ സെക്കൻഡ് കോയിൽ ബി, ദെൻ these two coils have self inductance. Okay, so ഈ കോയിലിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് L1 മാർക്ക് ചെയ്തു കോയിൽ എൻ്റെത്, then self inductance of coil B L2. Okay, and this coil A is connected across an alternating voltage V1. Okay, ഈ കോയില് ഒരു AC വോൾട്ടേജുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ, then a current will flows through this coil A. ഇവിടെ രണ്ട് കോയിൽസ് നമ്മൾ കൺസിഡർ ചെയ്തു, രണ്ട് കോയിൽസ് അടുത്തടുത്തായിട്ട് വെച്ചിട്ടുണ്ട്. ദെൻ ഈ ഒരു കോയിലിൽ ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കണക്ട് ചെയ്തു, ദെൻ ആ കോയിലിലൂടെ എന്ത് ചെയ്യും? ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, സോ വോൾട്ടേജ് ഓൾട്ടർനേറ്റിംഗ് AC വോൾട്ടേജ് ആണ്, ദെൻ കറണ്ടും AC കറണ്ട് ആയിരിക്കും, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഡ്യൂ ടു ദിസ് കറണ്ട് an alternating flux will be produced here. ഓക്കെ, സോ കോയിലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പം അവിടെ ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ്, അതായത് വേരിയിങ് ഫ്ലക്സ് ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഫ്ലക്സ് ഈസ് ലിങ്ക്ഡ് വിത്ത് ദി കോയിൽ ബി ഓൾസോ. ഇവിടെ കോയിൽ എയിലൂടെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. കോയിൽ എയിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന കാരണം ഇവിടെ കോയിൽ എയിൽ ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്തു. ആ ഫ്ലക്സ് എന്താണ്? കോയിൽ ബി ആയിട്ടും ലിങ്ക് ചെയ്തിരിക്കും. ഓക്കെ, സോ എത്രത്തോളം ഫ്ലക്സ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിന്റെ എത്ര എമൗണ്ട് ഫ്ലക്സ് കോയിൽ ബിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്, അതിനെ ഡിനോട്ട് ചെയ്യുന്ന ടേം ആണ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്. ഓക്കെ, അതായത് രണ്ട് കോയിൽസ് അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ ടു നെയ്ബറിങ് കോയിൽസ് കൺസിഡർ ചെയ്യുമ്പോൾ
ഒരു കോയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിന്റെ എത്ര എമൗണ്ട് സെക്കൻഡറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്, അതിനെ ഡിനോട്ട് ചെയ്യാനാണ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് യൂസ് ചെയ്യുന്നത്. സോ ദ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് ബിറ്റ്വീൻ ടു കോയിൽ is defined as the fraction of magnetic flux produced by current in one coil that links the other coil. അതായത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിന്റെ എത്ര ഫ്രാക്ഷൻ സെക്കൻഡറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. സോ അതിനെയാണ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് ഡിനോട്ട് ചെയ്യുന്ന ടേം കെ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് ബിറ്റ്വീൻ ടു കോയിൽസ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ഫ്രാക്ഷൻ of magnetic flux produced by current in coil 1. So the coefficient of coupling between two coils is defined as the fraction of magnetic flux produced by current in one coil that links the other coil. അതായത് ഒരു കോയിലിലെ കറണ്ട് കാരണം ഈ കോയിലിൽ, അതായത് കോയിൽ എയിലെ കറണ്ട് കാരണം കോയിൽ എയിലൊരു മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്തു, അതിന്റെ എത്ര ഫ്രാക്ഷൻ സെക്കൻഡ് കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. സോ ആ ഫ്രാക്ഷനെയാണ് എന്ത് പറയുന്നത്, കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. സോ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് ബിറ്റ്വീൻ ടു കോയിൽ ഡെഫിനിഷൻ എഴുതിയെടുക്കണം. ദ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് ബിറ്റ്വീൻ ടു കോയിൽസ് is defined as the fraction of magnetic flux produced by current in one coil that links the other coil. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കോയിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്, കോയിൽ എ ആൻഡ് ബി. സോ അതിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് അതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. സെൽഫ് ഇൻഡക്റ്റൻസ് L1, ദെൻ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് കോയിൽ ബി L2, ദെൻ ഇതിൻ്റെ നമ്പർ ഓഫ് ടേൺസ്. ഫസ്റ്റ് കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് N1 ആയിട്ട് കൺസിഡർ ചെയ്തു. ദെൻ സെക്കൻഡ് കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് N2 ആയിട്ട് കൺസിഡർ ചെയ്തു. എന്താണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, രണ്ട് കോയിൽസിൻ്റെയാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് പറയാം. ഓക്കെ, സോ സെൽഫ് ഇൻഡക്റ്റൻസ് പറയുമ്പോൾ ഒരു കോയിലിൻ്റെയാണ്. സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണ്, ആ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഒരു കോയിലിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ നെയ്ബറിങ് കോയിലിൽ കറണ്ട് EMF ഇൻഡ്യൂസ് ചെയ്യാനുള്ള കോയിൽസിൻ്റെ പ്രോപ്പർട്ടിക്കാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ കോയിൽസ് ആണ് പറയുക. അതാണ് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ M. ഓക്കെ, സോ കോയിൽ എന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് L1, ദെൻ കോയിൽ ബിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് L2, ദെൻ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ കോയിൽസ് ആണ് M. ഓക്കെ, സോ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗിന്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് L1, L2 ആൻഡ് M ഡിറൈവ് ചെയ്യണം. സോ അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഞാൻ ആ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് പറയുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് മീൻസ് the fraction of magnetic flux linked with one coil due to the fraction of magnetic flux produced by one coil that links with the other coil. Okay, ഒരു കോയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെ എത്ര ഫ്രാക്ഷൻ മറ്റേ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. സോ ആ ടേമിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുന്നത്. സോ ഈ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിറൈവ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ്. സോ രണ്ട് കോയിൽസ് ഉണ്ട്. സോ ഫസ്റ്റ് കോയിലിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് L1ഉം സെക്കൻഡ് കോയിലിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് L2ഉം ദെൻ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു കോയിൽസ് M ആയിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, സോ ഇനി നമ്മളിവിടെ ജസ്റ്റ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കുറച്ച് ടേംസ് പറഞ്ഞ എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്. ഓക്കെ, സോ ഇവിടെ കോയിൽ എയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് കോയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ് 5 ആണെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ L1 കറണ്ട് ഫ്ലോ ചെയ്യുന്ന കാരണം ഇവിടെ ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫ്ലക്സ് 5 ആണെങ്കിൽ ആ 5 നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 1 പാർട്ട് ലിങ്ക്സ് വിത്ത് L1 ഓൺലി, അതായത് കോയിൽ എയുമായിട്ട് മാത്രം ലിങ്ക് ചെയ്തിട്ട് കുറച്ച് ഫ്ലക്സ് ഉണ്ടാവും. ദെൻ അതർ പാർട്ട് ലിങ്ക് വിത്ത് ബോത്ത് കോയിൽ എ ആൻഡ് ബി. ഓക്കെ, സോ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിന്റെ കംപ്ലീറ്റ് പാർട്ടും L2ൽ ലിങ്ക് ചെയ്യില്ല. സോ എത്ര പാർട്ട് ലിങ്ക് ചെയ്യുന്നത് ഡിനോട്ട് ചെയ്യുന്ന ടേം ആണ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന
ടോട്ടൽ ഫ്ലക്സിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഫസ്റ്റ് പാർട്ട് ലിങ്ക്സ് വിത്ത് കോയിൽ എ ഓൺലി ആൻഡ് സെക്കൻഡ് പാർട്ട് ലിങ്ക്സ് വിത്ത് ബോത്ത് കോയിൽ എ ആൻഡ് ബി. ഓക്കെ, സോ 5-1 ആണ് ടോട്ടൽ ഫ്ലക്സ് എങ്കിൽ ഫസ്റ്റ് കോയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ് 5-1 ആയിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ദിസ് 5-1 ഈക്വൽ ടു 5-1-1 പ്ലസ് 5-1-2. ഓക്കെ, സോ 5-1-1 എന്ന് പറയുന്നത് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ കോയിൽ എ ലിങ്കിങ് കോയിൽ എ ഓൺലി. ഓക്കെ, കോയിൽ എയിലാണ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ കോയിൽ എ ആയിട്ട് മാത്രം ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സിനെയാണ് നമ്മൾ 5-1-1 ഡിനോട്ട് ചെയ്യുന്നത്. Then 5-1-2 എന്ന് പറയുന്നതാണ് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ കോയിൽ എ വിച്ച് ഓൾസോ ലിങ്ക്സ് വിത്ത് കോയിൽ ബി. ഓക്കെ, കോയിൽ ബിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫ്ലക്സിനെയാണ് 5-1-2 എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് 5-1-2 വിൽ ബി എ ഫ്രാക്ഷൻ ഓഫ് 5-1. ടോട്ടലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് 5-1 ആണ്. ദാറ്റ് 5-1നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. 5-1-1 എന്ന് പറയുന്നത് ലിങ്ക്സ് വിത്ത് എ ഓൺലി. ദെൻ 5-1-2 മീൻസ് ലിങ്ക് വിത്ത് ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, സോ ഈ 5-1-2 എന്ന് പറയുന്നത് 5-1ന്റെ ഒരു ഫ്രാക്ഷൻ ആയിട്ട് ഇത്ര പെർസെൻറ്റേജ് ആയിട്ട് എഴുതാലോ. സോ 5-1-2 ഈക്വൽ ടു കെ ഇൻറ്റു 5-1 എഴുതാം. അപ്പൊ ഈ ഒരു കെനെയാണ് എന്ത് നമ്മൾ മീൻ ചെയ്യുന്നത്, കോയിഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്. ഓക്കെ, ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സിന്റെ എത്ര പാർട്ടാണ്, എത്ര ഫ്രാക്ഷൻ ആണ് കോയിൽ ബിയുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. സോ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ടേം ആണ് കോയിഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്. സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഇതിന്റെ ടേംസിൽ പറഞ്ഞതാണ്. ഓക്കെ, അതായത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്ലക്സ്, ടോട്ടൽ ഫ്ലക്സ് 5-1 ആയിട്ട് എടുത്തു. ദെൻ ഇതുമായിട്ട് മാത്രം ലിങ്ക് ചെയ്യുന്നത് 5-1-1 ആയിട്ട് എടുത്തു. ദെൻ ഇതുമായിട്ട് കൂടെ ലിങ്ക് ചെയ്യുന്നത്, രണ്ടും കൂടെ ലിങ്ക് ചെയ്യുന്നത് 5-1-2 ആയിട്ട് എടുത്തു. ഓക്കെ, സോ ഈ 5-1-2 എന്ന് പറയുന്നത് ടോട്ടൽ 5-1ന്റെ എത്രയെങ്കിലും ഒരു ഫ്രാക്ഷൻ ആയിരിക്കും. ഒന്നുകിൽ 20% അല്ലെങ്കിൽ 50% അല്ലെങ്കിൽ 80%. ഓക്കെ, സോ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ടേം ആണ് കോയിഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ ഈക്വേഷൻ എഴുതി പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ 5-1 ടോട്ടൽ flux produced in coil A, then that is equal to 5-1-1 plus 5-1-2. This 5-1-1 flux produced by coil A linking with coil A only, and 5-1-2 flux produced by coil A which also links coil B. Okay, so we can write this 5-1-2 as a fraction of 5-1. That term K is known as coefficient of coupling. So K ന്റെ വാല്യൂ എത്ര വരെ വരാം, അതായത് കെ ഡിനോട്ട് ചെയ്യുന്ന എന്താണ്, ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിന്റെ എത്ര പാർട്ട് സെക്കൻഡ് കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിന്റെ ഒരു പാർട്ടും ഇവിടെ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല. ഒറ്റ ഫ്ലക്സ് കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ വി ക്യാൻ സേ കോയിഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് ഈക്വൽ ടു എന്തായിരിക്കും, ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിൽ ഒന്നും സെക്കൻഡ് കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല. സോ ഇൻ ദാറ്റ് കേസ് കോയിഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് ഈക്വൽ ടു എന്ത് പറയാം, ഐശ്വര്യ? ഫസ്റ്റ് കോയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിന്റെ ഒരു പാർട്ടും സെക്കൻഡ് കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല. സോ അങ്ങനെയാണെങ്കിൽ കോയിഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്താണെന്ന് പറയാം? എനിവൺ? കോയിഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്താണെന്ന് ക്ലിയർ ആയിനോ? ഇവിടെ കോയിഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിന്റെ എത്ര പാർട്ട് സെക്കൻഡ് കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എത്ര ഫ്രാക്ഷൻ, അതിനെ ഡിനോട്ട് ചെയ്യുന്ന ടേം ആണ് കോയിഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ഈ സെക്കൻഡ് കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുന്നേ ഇല്ല. ഒറ്റ പാർട്ടും
ലിങ്ക് ചെയ്യുന്നില്ല. അതായത് 512ന്റെ വാല്യൂ 0 ആണെന്ന് കൺസിഡർ ചെയ്യും. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് കോയിൽ എ ആയിട്ട് മാത്രമാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഒറ്റ പാർട്ടും സെക്കൻഡ് കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല. ഓക്കെ, ലിങ്ക് ചെയ്തിട്ടേ ഇല്ലെങ്കിൽ കോയിഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്തായിരിക്കും? എത്ര ഫ്രാക്ഷൻ ലിങ്ക് ചെയ്യുന്നുള്ള ടേം ഡിനോട്ട് ചെയ്യുന്നില്ലേ കോയിഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്. അപ്പൊ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ കെന്റെ വാല്യൂ എന്തായിരിക്കും? ഓക്കെ, 0. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ എത്ര ഫ്രാക്ഷൻ ഫസ്റ്റ് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിന്റെ എത്ര ഫ്രാക്ഷൻ സെക്കൻഡ് കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. സോ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ടേം ആണ് കോയിഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിന്റെ ഒറ്റ പാർട്ടും സെക്കൻഡ് കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ കെയുടെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, ഇനി ഇഫ് ഓൾ ദി ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ കോയിൽ എ ഈസ് ലിങ്ക്ഡ് വിത്ത് കോയിൽ എ, അങ്ങനെ ഒരു കണ്ടീഷൻ ആണെങ്കിൽ, അതായത് കോയിൽ എയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് കംപ്ലീറ്റും കോയിൽ ബിയും ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. സോ ആ കേസിൽ കെയുടെ വാല്യൂ എന്തായിരിക്കും? 1. അതായത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന 5 ആണ് കോയിൽ എയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 5 കംപ്ലീറ്റ് ആയിട്ട് കോയിൽ ബിയും ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് മീൻസ് എന്താണ്? 512 എന്ന് പറയുന്നത് 5 തന്നെ ആയിരിക്കില്ല. അതായത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കംപ്ലീറ്റും ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോയിഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുന്നത് എത്ര ഫ്രാക്ഷൻ, അതായത് ഫുള്ളും ലിങ്ക് ചെയ്തിട്ടുണ്ട്. സോ കെയുടെ വാല്യൂ ഒന്നുകിൽ 100% അല്ലെങ്കിൽ 1 എന്ന് പറയാം. ഓക്കെ, സോ കെയുടെ വാല്യൂ വേരി ചെയ്യുന്നത് 0 to 100% അല്ലെങ്കിൽ 0 to 1 എന്ന് പറയാം. ഓക്കെ, so range of k means 0 to 1. Okay, so k equal to 1 means coils are perfectly coupled. That is, കോയിൽ എയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ് ഫ്ലക്സും കോയിൽ ബിയും ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ k ഈക്വൽ ടു 1 പറയാം. k ഈക്വൽ ടു 0 മീൻസ് നോ കപ്ലിംഗ് ബിറ്റ്വീൻ ടു കോയിൽസ്. അതായത് കോയിൽ എയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫ്ലക്സും കോയിൽ ബിയും ആയിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ 0 ആണെന്ന് പറയാം. ഓക്കെ, സോ കെ ഗ്രേറ്റർ ദാൻ 0.5 ആണെങ്കിൽ കോയിൽസ് ആർ ടൈറ്റ്ലി കപ്പിൾഡ് എന്ന് പറയും. സോ ഇതാണ് റേഞ്ച് ഓഫ് കെ വാല്യൂ വരുന്നത്. സോ കെ എന്ന് പറയുന്നത് ഒരു കോയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിന്റെ എത്ര ഫ്രാക്ഷൻ അടുത്ത കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് അതിനെ ഡിനോട്ട് ചെയ്യുന്ന ടേം ആണ് കോയിഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്. ഓക്കെ, സോ രണ്ടും തമ്മിൽ കപ്ലിംഗേ ഇല്ല, ഫ്ലക്സ് തമ്മിൽ ലിങ്ക് ചെയ്തിട്ടേ ഇല്ലെങ്കിൽ കെ വാല്യൂ 0 ആയിരിക്കും. കംപ്ലീറ്റ് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കെ വാല്യൂ 1 എന്ന് പറയും. ഓക്കെ, സോ ഇനി നമുക്ക് ഇക്വേഷൻ ഡെറിവേഷൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക്. സോ അതുകൊണ്ടാണ് ഡയറക്റ്റ് ഇക്വേഷൻ തന്നത്. ഈ ഇക്വേഷൻ എഴുതി വെക്കുക. ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ L1, L2 ആൻഡ് M ആൻഡ് K. ഓക്കെ, M ഈക്വൽ ടു K ഇൻറ്റു റൂട്ട് ഓഫ് L1, L2. L1 എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് കോയിൽ 1 ഓർ കോയിൽ എ, L2 സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് കോയിൽ B, and M mutual inductance between two coils, and K coefficient of coupling. Then we can write mutual inductance M equal to K into root of L1 L2. Okay, so ഇതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസും സെൽഫ് ഇൻഡക്റ്റൻസും കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗും തമ്മിലുള്ള റിലേഷൻ. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M equal to K into root of L1 L2. M mutual inductance between two coils, K coefficient of coupling, L1 self inductance of coil 1 or coil A എന്ന് എഴുതാം. Then L2 self inductance of coil B or coil 2. Okay, so K യുടെ വാല്യൂ 0 to 1 വരെ വേരി ചെയ്യും. സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ മാക്സിമം വാല്യൂ എന്ന് എഴുതാം. K 1 ആവുകയാണെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഈക്വൽ ടു K if K equal to 1, M equal to root of L1 L2 എന്ന് എഴുതാം. ഓക്കെ, when K equal to 1. സോ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M equal to K into root of L1 L2. സോ ഇതിന്റെ പ്രോബ്ലം ചോദിക്കാറുണ്ട് എക്സാമിന്. സോ ക്ലിയർ ആണല്ലോ. ഈ ക്വസ്റ്റ്യൻ എഴുതാം. an ideal mutual inductor
an ideal mutual inductor. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണേ, വെറുതെ നോക്കിയിരിക്കരുത്. യൂണിവേഴ്സിറ്റി എക്സാമിന് സ്ഥിരമായിട്ട് 4 മാർക്കിന് ചോദിക്കുന്നതാണ്. an ideal mutual inductor is made from a primary coil of inductance 5 millihenry and a secondary coil of inductance 10 millihenry. Find the value of mutual inductance. An ideal mutual inductor. Question മാത്രം എഴുതിയെടുക്കുക. An ideal mutual inductor is made from a primary coil of inductance 5 millihenry and secondary coil of inductance 10 millihenry. Find the value of mutual inductance. നിങ്ങൾ ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ ലെഫ്റ്റായി പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റേഞ്ച് പ്രോബ്ലം ആയിരിക്കും കേട്ടോ. നിങ്ങൾ റേഞ്ചുള്ള സ്ഥലത്ത് ഇരിക്കുക. അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് റേഞ്ച് എന്തെങ്കിലും കട്ടാകുമ്പോഴാണ് ഇടയിൽ നിങ്ങൾക്ക് ക്ലാസ് ഇത് ലെഫ്റ്റായി പോകുന്നത്. An ideal mutual inductor is made from a primary coil of. അപ്പോൾ എന്താണ് ഇതിൽ തന്നിട്ടുള്ളത്? ഐഡിയൽ മ്യൂച്വൽ ഇൻഡക്ടർ എന്നാണ്. സോ ഐഡിയൽ മ്യൂച്വൽ ഇൻഡക്ടർ മീൻസ് കെ വാല്യൂ 1 ആവുമ്പോഴാണ് ഐഡിയൽ മ്യൂച്വൽ ഇൻഡക്ടർ എന്ന് പറയുന്നത്. അതായത് ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സ് കംപ്ലീറ്റ് ആയിട്ട് സെക്കൻഡ് കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു രീതിയിലുള്ള ഇൻഡക്ടേഴ്സിനെയാണ് ഐഡിയൽ മ്യൂച്വൽ ഇൻഡക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, ബാക്കി സൊല്യൂഷൻ പാർട്ടാണ്. സോ അത് അപ്പം തന്നെ എഴുതിയെടുക്കല്ല. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഞാൻ 2 സ്ലൈഡ് ആക്കാൻ വിട്ടുപോയി. ഞാൻ അത് നോക്കി അപ്പം തന്നെ അവിടെ എഴുതല്ല. ഇതാണ് ക്വസ്റ്റ്യൻ, ഇത്രയും വരേ ഉള്ളൂ. സോ ഐഡിയൽ മ്യൂച്വൽ ഇൻഡക്ടർ മീൻസ് കെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, പ്രൈമറി കോയിൽ ഓഫ് ഇൻഡക്ടൻസ് 5 മില്ലി ഹെൻറി തന്നത് L1ന്റെ വാല്യൂ ആണ് 5 മില്ലി ഹെൻറി ആൻഡ് L2 വാല്യൂ 10 മില്ലി ഹെൻറി. Then find the value of mutual inductance ആണ്. ഓക്കെ, സോ L1 5 മില്ലി ഹെൻറി തന്നിട്ടുണ്ട്, L2 10 മില്ലി ഹെൻറി തന്നിട്ടുണ്ട്. ദെൻ മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ ഇക്വേഷൻ അറിയാം, M ഈക്വൽ ടു K ഇൻറ്റു റൂട്ട് ഓഫ് L1 L2. ഓക്കെ, സോ ഐഡിയൽ മ്യൂച്വൽ ഇൻഡക്ടൻസ് മീൻസ് K വാല്യൂ ഈക്വൽ ടു 1 ആയിരിക്കും. ബാക്കി 2 വാല്യൂസും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾക്ക് മില്ലി ഹെൻറി മാറ്റണം എന്നില്ല. മില്ലി പറഞ്ഞാൽ എത്രയാണ്? 5 milli means 5 into 10 raised to minus 2. 10 raised to minus 2 ഓ? minus 3. Okay, so 5 millihenry means 5 into 10 raised to minus 3 ആണ്. So 10 means 10 into 10 raised to minus 3 henry. മില്ലി മാറ്റാതെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ചെയ്താൽ മതി. കാരണം 5 ഒന്നുകിൽ 5 into 10 raised to minus 3 into 10 into 10 raised to minus 3 ഇടുക. അതല്ലെങ്കിൽ ഇവിടെ 5 mm ഇടണം. ഓക്കെ, ഇവിടെ വിട്ടുപോയത്, ഇത് നോക്കി എഴുതുന്നുണ്ട് അവര്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് റൂട്ട് വരുമ്പം 2 മില്ലി വരുന്നുണ്ട്. സോ അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ 1 മില്ലി ആയിട്ട് മാറും. അതല്ലെങ്കിൽ നിങ്ങൾ മില്ലിക്ക് പകരം 5 into 10 raised to minus 3 into 10 into 10 raised to minus 3 തന്നെ ഇടുക. റൂട്ടിന്റെ അകത്ത് റൂട്ട് ഓഫ് 5 into 10 raised to minus 3 into L1 into L2 അല്ലേ? L1 5 into 10 raised to minus 3 into L2 എന്ന് പറയുന്നത് 10 into 10 raised to minus 3. സോ ഇവിടെ 10 റൂട്ട് ഓഫ് 10 raised to minus 3 into 10 raised to minus 3 വരുമ്പോൾ എന്ത് വരും? അത് 10 raised to minus 3 ആവും. ദെൻ 5 into 10 50. റൂട്ട് 15ന്റെ വാല്യൂ എത്രയാണെന്ന് കാണുക, ഇൻറ്റു 10 raised to minus 3 വരും. ഓക്കെ, റൂട്ട് ഓഫ് 10 raised to minus 3 ഇൻറ്റു 10 raised to minus 3 ആണ്. അപ്പോൾ 10 raised to minus 3 സ്ക്വയർ ആയിട്ട് വരും. റൂട്ട് ഓഫ് 10 raised to minus 3 സ്ക്വയർ എന്ന് പറയുന്നത് 10 raised to minus 3 തന്നെ. 5 into 10 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 50 വരും. സോ ഇത് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
7.07 ആയിരിക്കും കിട്ടുക √50. ദെൻ 10⁻³ അഗൈൻ മില്ലി ഹെൻറി എന്ന് തന്നെ എഴുതി. ഓക്കെ, അതെല്ലാം ഇങ്ങനെ മാറ്റുന്നില്ലെങ്കിൽ ഇവിടെ 5 മില്ലി ഇൻറ്റു 10 മില്ലി എഴുതുക. √മില്ലി മില്ലി വരുമ്പം √മില്ലി സ്ക്വയർ എന്ന് വരും. അതായത് √m² എന്ന് പറയുമ്പോൾ റൂട്ടിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം റൂട്ട് ഇല്ലാണ്ടാവില്ലേ, m എന്നായി പോകും. അതാണ് √50 പറയുമ്പോൾ 7.07 വരുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതുക. ഇത് കഴിഞ്ഞ പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചതാണ്. ഡിഫൈൻ മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് വേണ്ട, അത് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. പ്രോബ്ലം പറഞ്ഞിട്ട് മാത്രം എഴുതാം. Two coupled coils of self-inductance 0.8 Henry and 0.35 Henry have a coefficient of coupling 0.9. Find the mutual inductance between the coils. ഇത് വേണ്ട, ഇത് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് 4 മാർക്കിന് ഇതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഈ പ്രോബ്ലം പറഞ്ഞിട്ട് മാത്രം എഴുതാം. Two coupled coils of self-inductance 0.8 Henry and 0.35 Henry have a coefficient of coupling 0.9. Find the mutual inductance between the coils. എത്ര ആൻസർ വരിക കണ്ടുപിടിക്കുക. മ്യൂച്വൽ ഇൻഡക്ടൻസ് m ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഏതൊക്കെ വാല്യൂസ് ആണ് തന്നതെന്ന് നോക്കാം. ടു കപ്പിൾഡ് കോയിൽസ് ഓഫ് സെൽഫ് ഇൻഡക്ടൻസ് 0.8 ആൻഡ് 0.35. സോ സെൽഫ് ഇൻഡക്ടൻസ് ഡിനോട്ട് ചെയ്യുന്ന ടേം ഏതാണ്? L. ഓക്കെ, സോ L1 ഈക്വൽ ടു 0.8. ദെൻ 0.35 എന്ന് പറയുന്നത് എന്താണ്? L2. L2 ഈക്വൽ ടു 0.35 ആൻഡ് കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് ഡിനോട്ട് ചെയ്യുന്ന ടേം K. K equal to 0.9. and find the mutual inductance. M ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ എമ്മിൻ്റെ ഇക്വേഷൻ അറിയാം. എമ്മിൻ്റെ ഇക്വേഷൻ എന്താണ്? M ഈക്വൽ ടു K ഇൻറ്റു √L1 L2. ഓക്കെ, M ഈക്വൽ ടു K ഇൻറ്റു √L1 ഇൻറ്റു L2. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയേ വേണ്ടു. പിന്നെ മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്താണെന്ന് കൂടി എഴുതിയാൽ നിങ്ങൾക്ക് 4 മാർക്ക് ഇതാണ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, കെൻ്റെ വാല്യൂ 0.9 ഇടുക. ദെൻ √0.8 ഇൻറ്റു 0.35 എത്രയാണെന്ന് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. എത്ര കിട്ടുന്ന വാല്യൂ? .9 ഇൻറ്റു √0.8 ഇൻറ്റു 0.35. ഓക്കെ, 0.47. 1-2 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 0.47 ആണ് വാല്യൂ വരിക. ഓക്കെ, സോ ബാക്കി ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പാർട്ട് കഴിഞ്ഞു ഈ മൊഡ്യൂളിൽ. ഇനി നെക്സ്റ്റ് ഓൾട്ടർനേറ്റിംഗ് ജനറേഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഒക്കെ. ഓക്കെ, സോ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം.